ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടൊന്ന് വണ്ടി വെച്ചു. അപ്പോൾ ഈ ഒരു ലൊക്കേഷനിലേക്ക് വരാനുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണെങ്കിലും ഗൂഗിൾ മാപ്പിൽ കഫിറ്റീരിയ 31 ഡി ജനേറിയോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്തിക്കും. മിക്കവാറും ആ വഴിക്കായിരിക്കും നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ, ഞങ്ങളുടെ ഒരു വഴിയുണ്ട്, പക്ഷേ മിക്കവാറും ഒരു 90% നിങ്ങൾ ആ വഴിയായിരിക്കും എൻട്രി എടുക്കുന്നത്. എൻട്രി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് പണിയായിരിക്കും. ഈ ഒരു സൈഡിൽ മനസ്സിലായി ഇൻ്റർലോക്കിങ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കഫറ്റീരിയ 31 ഡി ജനേറിയോ. ഇത് വളരെ പഴക്കമുള്ളൊരു കഫറ്റീരിയാണ്. പിന്നെ ഇവർ മറ്റേ വുഡ് അവനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. നിങ്ങൾ ഇവിടേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാക്ട്ലി 3 സ്പോട്ടിലേക്ക് നിങ്ങൾക്ക് പോവാം. ഓക്കെ, ഇവിടെ ഒരു ചേർച്ച് ഉണ്ട്, പിന്നെ ഇതിന് ലാറ്റിൻ സ്ക്വയർ എന്നാണ് പറയുന്നത്. ആ ഒരു ഏരിയയിലേക്ക് നിങ്ങൾക്ക് പോവാം. സോ യു ക്യാൻ ഗോ ടു മെനി പ്ലേസസ് ഫ്രം ഹിയർ. ഇവിടെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആണ്. ആക്ച്വലി നിങ്ങൾ വരാൻ നേരത്ത് ഞാൻ ഈ ഒരു സൈഡിലേക്കൊക്കെ പോകാറുണ്ട്. ഇതുകൊണ്ടോ നല്ല അടിപൊളി ഒരു ആംബിയൻസാണ്. ആക്ച്വലി നമുക്ക് അധികം കുറേ അങ്ങോട്ട് പോകാൻ സാധിക്കത്തില്ല. എന്നാലും ഇതാണോ ഇതാ വീടുകളും ആ പഴയ സ്റ്റൈലും. ഈ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ ഒരു സൈഡിലേക്ക് കയറിയത്. നമ്മളുടെ ഇതിനെ പറയുന്നത് ഫൊണ്ടൈനസ് എന്നാണ്. അത് കൂടാതെ ഒരു പേരും കൂടിയുണ്ട്, ആ ലാറ്റിൻ സ്ക്വയർ എന്ന് ഇതിനെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതും കൂടി കാണാം. ആദ്യം നമുക്ക് ഇവിടെ കയറി എന്തെങ്കിലും ഫുഡ് കഴിക്കാം. ഓക്കെ, നല്ല അടിപൊളി ഒരു സ്പേസ് അല്ലേ. സോ അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ള ആംബിയൻസും കാര്യങ്ങളൊക്കെ. ഓക്കെ, കണ്ടോ, അതാണ് ഗ്രട്ട മെസ്ക്രൻസ്. അപ്പോൾ പുള്ളിക്കാരിയാണ് അതിൻ്റെ ഓണർ. ഇവരിവിടെ വളരെ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കഫേയാണിത്. ഇതിൻ്റെ ഉള്ളിൽ അവരൊരു വുഡ് അവനാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് കാണാൻ പറ്റും, കണ്ടോ അത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നല്ല ക്രൗഡഡാണ് പ്ലേസ്. എസ്പെഷ്യലി ഇന്ന് ക്രിസ്മസും കൂടി ആയതുകൊണ്ട് നല്ല ക്രൗഡഡാണ്. ഓക്കെ, ഞാനിപ്പോൾ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ടിട്ടാണ് കുറച്ച് കാര്യങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഫറ്റീരിയ ഡി ജനേറിയോ ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾ മാപ്പിലായിട്ട് ഇവിടെ വരിക, ഡെഫിനറ്റ്ലി വരിക. ഒരിക്കലും ഈ ഒരു പ്ലേസ് ഗോവയിൽ വരികയാണെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യരുത്. നല്ല അടിപൊളി കേക്ക് ആണെങ്കിലും സാൻഡ്വിച്ച് ആണെങ്കിലും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സ്പേസ് കൂടി നമുക്ക് കാണാം. അതും കൂടി ഞാൻ ഇത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പോർച്ചുഗീസ് സ്റ്റൈലിലുള്ള ബിൽഡിങ്സ് ആണ്. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കാൻ അവിടെ പോകാറുണ്ട്. രണ്ടാമത്തെ ഒരു ചേർച്ചാണ്. അപ്പോൾ ആ ചേർച്ചും നമ്മൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം. അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല, പുറത്ത് നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം. അപ്പോൾ എൻ്റെ ഐറ്റം റെഡി ആകാന്നറിയില്ല, ഒന്ന് പോയി നോക്കട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളുടെ ഐറ്റം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ ഐറ്റം വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനതിപ്പോൾ അവിടെ പോയി പിക്ക് ചെയ്തുകൊണ്ട് വന്നാണ്. നമ്മൾ അവിടെ പോയി മേടിച്ചിട്ട് വരണം. അപ്പോൾ അവരവിടെ ജസ്റ്റ് പേര് അനൗൺസ് ചെയ്യുള്ളൂ. ഇതാണ് നമ്മളുടെ ഇതാണ് ചീസ് കേക്ക്. ഇത് ബിബിയൻക. ഇത് കുറച്ച് ലെയേഴ്സ് ഉണ്ട്. ഇത് കണ്ടോ, 2, 3, 4, 5, 6, 7, 8 ലെയേഴ്സ് ഉണ്ട്. 3, 4, 5, 6, 7, 8, 9 9 ലെയേഴ്സ് ഉണ്ട്. ഇതിൻ്റെ പുറകിലൊരു സ്റ്റോറി ഉണ്ട്, ഒരു പ്രീസ്റ്റിൻ്റെയും കന്യാസ്ത്രീയുടെയും കഥയുണ്ട് ഇതിൻ്റെ പുറകിൽ. അങ്ങനത്തെ ഒരു പാസ്റ്റ് ഇതിനുണ്ട്. പിന്നെ ഇത് ഡേറ്റ്സ് ആൻഡ് വാൾനട്ട് കേക്ക്. അപ്പോൾ നമുക്കിത് 3ഉം ഒന്ന് കഴിച്ചു നോക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഫ്രണ്ട്സ്, നമ്മൾ ആ ജിമ്മിനിയുടെ ബാക്കിലായിട്ടാണ് ബൈക്ക് വെച്ചിരിക്കുന്നത്. അവിടെയാണ് കഫറ്റീരിയ. അവിടെ നമ്മൾ പോയി അത് കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടേക്ക് വരാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഗൂഗിൾ മാപ്പിൽ കഫേ 31 ഡി ജനേറിയോ എന്ന് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ സ്ഥലത്തിൻ്റെ പേര് ഫൊണ്ടൈനസ് അല്ലെന്നാണെങ്കിൽ ലാറ്റിൻ സ്ക്വയർ എന്നാണ് പറയുന്നത്. ഇവിടെ പഴയ പോർച്ചുഗീസ് സ്റ്റൈലിലുള്ള കുറേ ബിൽഡിങ്സ് ഉണ്ട്. അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ നമുക്ക് പതിയെ കണ്ട് മുന്നോട്ട് പോവാം. നല്ലൊരു അടിപൊളി സ്പോട്ടാണ്. ഞാനിവിടെ ഇപ്പോൾ ഒരു 4-5 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും വരുന്നത് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം ആ ഒരു നോക്കി ആ ഒരു ഓൾഡ് സ്റ്റൈല് അല്ലെങ്കിൽ ആ ഒരു അങ്ങനത്തെ ഒരു ടൈപ്പ് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കണ്ടോ. ഓക്കെ, ഇവിടെ കൂടി നമുക്കിത് കണ്ടോ, ഇതേപോലെ കുറേ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടക്കൂടിയൊക്കെ വഴിയുണ്ട് കണ്ടോ. പക്ഷെ ഇതൊക്കെ
പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് നേരെ റോട്ടിൽ കൂടി നടക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇതാണ്ടോ രണ്ട് സൈഡിലും ഇതൊക്കെ നോക്കി നല്ല പഴയ പോർച്ചുഗീസ് ആർക്കിടെക്ചർ എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ നല്ല സ്റ്റൈലാണ് കേട്ടോ. ഇവിടെ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ചിലപ്പോൾ അത് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാനുള്ള ഒരു ചാൻസ് ഇവിടെ ഉണ്ട്. അതിന് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നത്. നല്ല അടിപൊളി ബിൽഡിംഗ് അല്ലേ, കണ്ടോ? ഞാൻ മെയിനായിട്ട് ഈ ഒരു റൂട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് നേരെ കുറച്ചങ്ങോട്ട് നടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ ആ റിവറിൻ്റെ സൈഡിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്നു പോയി നോക്കാം. കണ്ടോ, ഇവിടെ എല്ലാ കളറുള്ള ബിൽഡിംഗ് ഒക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഡെഫിനറ്റ്ലി വന്നോന്നൊന്നും പറയത്തില്ല. പക്ഷേ ഇവിടെ ഒരു 3 സ്പോട്ട് ഉണ്ട്. വരുമ്പോൾ നിങ്ങൾക്ക് ഈ കഫേയിൽ കയറണമെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി എൻജോയ് ചെയ്തിട്ട് പോവാം. ഓക്കെ, ഇതാണ്ടോ ഇവിടെ ആ ഒരു നല്ലൊരു സ്റ്റൈലുള്ള ബിൽഡിങ്, പഴയ തൂണും കാര്യങ്ങളൊക്കെ ആ ഒരു പഴയ സ്റ്റൈലാണ് എല്ലാം തന്നെ. ഓക്കെ, ഇനി നമ്മൾ നേരെ അങ്ങോട്ട് അധികം പോയിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് റിവറാണ്. ആ കാണുന്നത് കിങ് കസീനോ എന്ന് പറഞ്ഞുള്ള ഒരു ഇതാണ്. റെഡ് ബോർഡല്ല, അപ്പുറത്തൊരു ബ്ലൂ ബോർഡുണ്ട്, കിങ്സ് കസീനോ. അപ്പോൾ ഇനി ആ ഇടവഴി ഒന്ന് നമുക്ക് കയറി നോക്കാം. അവിടെയും കൂടി കയറിയിട്ട് ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ ലിക്കർ ഷോപ്പ് ഉണ്ട് കണ്ടോ, ലിക്കർ ഷോപ്പാണത്, കഫറ്റീരിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ലിക്കറും സെർവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവിടെ പൈനാപ്പിളൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്കിത് കണ്ടോ, ഈ ഒരു വഴിയിലേക്കൊക്കെ എല്ലാ സൈഡിലേക്കും പോകട്ടോ. അവിടെയും സെയിം ടൈപ്പ് ബിൽഡിംഗ് ആണ്, ഈ ഒരു സൈഡിലേക്കും സെയിം ടൈപ്പ് ബിൽഡിംഗ് ആണ്. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടേക്ക് പോകാം, അല്ലെന്നാണെങ്കിൽ ഈ സൈഡൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, ഇതുണ്ടോ, ഏകദേശം എല്ലാം ഒരു സെയിം ടൈപ്പ് തന്നെ, സെയിം സ്റ്റൈല്, അങ്ങനെ ആ ഒരു കൺസ്ട്രക്ഷനാണ്. അപ്പോൾ ഇവിടെ ബേസിക്കലി എല്ലാവരും വരുന്നത് ഇതൊന്ന് കാണാനും ജസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാനും എന്നുള്ളൊരു രീതിയിലാണ് വരുന്നത്. പിന്നെ കളറ്, ഇവർ യൂസ് ചെയ്തിരിക്കുന്ന കളറ് ഭയങ്കര ഒരു എന്താ പറയുക, വളരെ അട്രാക്റ്റീവായിട്ടുള്ള കളറുകളാണ് പല വീടിനും. യെല്ലോ, പിന്നെ സ്കൈ ബ്ലൂ, ഒരു പച്ച, അങ്ങനെയുള്ള കുറച്ച് കളറുകളൊക്കെ നല്ല ഭംഗിയാണെല്ലാം കാണാൻ. ഡോറും വിൻഡോൻ്റെ ഗ്രില്ലൊക്കെ കണ്ടോ, നോ ഫോട്ടോഗ്രാഫി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. എല്ലാവരും പോയി എടുത്തെടുത്തെടുത്തെടുത്ത് എല്ലാ സ്ഥലത്തും കണ്ടോ, നോ ഫോട്ടോഗ്രാഫി ഓൾറെഡി അവർ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഈ റൂട്ടൊക്കെ നോക്കി നല്ല ഭംഗിയാണ്. നമുക്കതേപോലെ ഇവിടെയൊക്കെ കൂടി പോയിട്ട് നമുക്ക് എടുക്കാം. അത് ചില സ്ഥലങ്ങളിലൊക്കെ നോ ഫോട്ടോഗ്രാഫി ബോർഡ് വെച്ചിട്ടുണ്ട്, ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആ വഴി കൂടി ഇറങ്ങി ഇത് ഇപ്പുറത്തേക്ക് പോകുന്നതാണ് കണ്ടോ. ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ കുറച്ച് ചൂടാവും. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ചെന്നിട്ട് വാതിലൊക്കെ പിടിച്ച് അല്ലെങ്കിൽ ജനലൊക്കെ പിടിച്ച് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നേരത്ത് അവർ ചൂടാവും. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ പുള്ളി പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ അയാൾ ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ നോക്കാൻ നേരത്ത് അവിടെ ചുറ്റിനും ആളുകൾ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കണം അയാളുടെ വീടിൻ്റെ അങ്ങനെ. അപ്പോൾ അവരെയൊക്കെ ഓടിച്ചു വിടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ചില സ്പേസിലൊന്നും പ്രശ്നമൊന്നുമില്ല നമുക്ക് ഫോട്ടോസ് എടുക്കാൻ. പക്ഷേ ചില സ്പേസിൽ നോ ഫോട്ടോഗ്രാഫി അവർ ബോർഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ എടുക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ചർച്ച്. നമ്മൾ ഈ സ്ട്രീറ്റിൽ നിന്നാലുള്ള അതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള വ്യൂ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ആ സ്ട്രീറ്റിലാണ് നിൽക്കുന്നത് കണ്ടോ. ഇവിടെ കൂടിയല്ല നമ്മൾ വന്നത് ആ സൈഡിൽ കൂടിയാണ്. എന്നിട്ട് ഞാൻ ഈ സ്ട്രീറ്റിലേക്ക് വന്നെന്നുള്ളൂ. അതിൻ്റെ ഒരു ഫുൾ വ്യൂ കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് വേണം നോക്കാൻ. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്നതിലെല്ലാവരും വരുന്ന 3-4 ചർച്ചുകളിൽ ഒന്നാണിത്. വളരെ ഫേമസ് ആയിട്ടുള്ള ചർച്ചാണത്, അവർ ലേഡി ഓഫ് ദ ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ. ഇതൊരു ലാറ്റിൻ കത്തലിക് ചർച്ചാണ്. ഓക്കെ, പോർച്ചുഗീസുകാർ ബിൽഡ് ചെയ്തതാണ്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ ഒരു ട്രീ വെച്ചിട്ടുണ്ട്. ഇത് 1500 കാലഘട്ടങ്ങളിൽ ഒരു ചാപ്പലായിട്ട് ബിൽഡ് ചെയ്തതാണ്. അത് കഴിഞ്ഞ് 1600 ആയപ്പോൾ അവരത് വലുതാക്കി ഒരു ഈ മോഡലിലേക്കാക്കി. അതുകൊണ്ടിട്ട് ആ ഒരു പോർച്ചുഗീസ് ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ അതിന് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കൊണ്ടിട്ടാണ് ഈ ഒരു ചർച്ച് ഫേമസ് ആയത്. നമുക്കിനി അതിൻ്റെ അപ്പുറത്തേക്ക് പോകണം. റോഡ് ക്രോസ് ചെയ്യണതുണ്ട്, നല്ല ട്രാഫിക് ഉണ്ട് ഇവിടെ. നമ്മൾ വന്നത് ആ സൈഡിൽ നിന്നാണ്. ഓക്കെ, നമുക്കപ്പോൾ പതിയെ ഈ കാറിൻ്റെ ഒപ്പം അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്ത് പോവാം. ഓക്കെ, ക്രോസ് ചെയ്ത് ഇവിടെ നോക്കി നടന്നില്ലെങ്കിൽ വണ്ടി ഒന്ന് അടിക്കും ടൈമിലേക്ക്. അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്ത് പോന്നു, ചേർച്ചിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി. ഓക്കെ, ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കണം കേട്ടോ. ഇതിൽ ഇഷ്ടംമാരെ സെല്ലേഴ്സ് ഉണ്ട് ഇവിടെ. കാരണം
എല്ലാവരും പല സാധനങ്ങളും ഇവിടെ വന്ന് മേടിച്ചിട്ട് പോവുള്ളൂ. പിന്നെ ഈ ഒരു ചേർച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടോ, ഇഷ്ടംമാതിരി ആളുകളുണ്ട് കണ്ടോ, വളരെയധികം ആളുകൾ, ഭയങ്കര തിരക്കുണ്ട് കേട്ടോ ഇവിടെ. ഇത് നമ്മളിത് കണ്ടോ, ഉള്ളിലാണെങ്കിലും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി ഈ ചേർച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത ഞാൻ പറയാം. ആ മേളിൽ കാണുന്ന ബെല്ല് കണ്ടോ, ആ ബെല്ല് ഗോവയിലുള്ള എല്ലാ ചർച്ചുകളും എടുത്ത് നോക്കണമെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് ബെല്ലാണ്. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഏറ്റവും ലാർജസ്റ്റ് ബെല്ലിരിക്കുന്നത് സേ കാത്തീഡ്രൽ എന്ന് പറയുന്നൊരു ചേർച്ചിലാണ്. നമ്മൾ അവിടേക്ക് പോകുന്നുണ്ട്, പക്ഷെ ഇപ്പോൾ പോകുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഉള്ളിലേക്ക് കയറി നോക്കാം. ഓക്കെ, ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാനല്ല, അവിടെ നോ എൻട്രി ഉണ്ട്, 2 സൈഡിലും നോ എൻട്രി ഉണ്ട്. ഇവിടേക്ക് നിന്ന് ഫോട്ടോസ് എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം എന്നേ പറ്റത്തുള്ളൂ. ആണോ, ഇവിടെയൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എല്ലാവരും ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കണേ കേട്ടോ. അവിടെ ആ ഒരു പുൽക്കൂടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അത് കണ്ടിട്ടാണ് ഞാനിങ്ങനെ വന്നത്. ഓക്കെ, ഇവിടെ അവർ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കണേ, അതുകൊണ്ട് കയറാൻ വരുന്നത്. ഞാനപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇങ്ങോട്ട് കയറിയത്. ഇത് നമുക്ക് ഒന്ന് ജസ്റ്റ് മേളിലേക്ക് കയറിയിട്ട് വരാം. കാരണം ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ട്, എല്ലാവരും ഫോട്ടോസ് എടുക്കണേ. ഗോവയിൽ വരികയാണെങ്കിൽ ഈ ഒരു സ്പോട്ട് മിസ് ചെയ്യരുത്, കാരണം ഇത് നല്ല ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചേർച്ചാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഇത് കണ്ടിട്ടേ പോകാവൂ. ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു സ്ഥലമാണ്. നമ്മളപ്പോൾ കയറി, പക്ഷേ ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് കയറാൻ സാധിക്കത്തില്ല. അവിടെ കണ്ടോ, അവിടെ ഒരു നോ എൻട്രി ബോർഡുണ്ട്, ഇവിടെ ഒരു നോ എൻട്രി ബോർഡുണ്ട്. ഓക്കെ, കണ്ടോ നോ എൻട്രി. പക്ഷേ ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, ചേർച്ചിൻ്റെ ഒരു നല്ലൊരു വ്യൂ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇവിടെ നിന്ന് നോക്കണമെങ്കിൽ ചേർച്ച് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഓക്കെ, കണ്ടോ, ഇവിടെ നിന്ന് കാണാം, കണ്ടോ. പിന്നെ ഇവിടുത്തെ സർവീസ് എന്ന് പറയുന്നത് 3 ലാംഗ്വേജിലാണ്, ഇംഗ്ലീഷ്, കൊങ്കണി, പിന്നെ പോർച്ചുഗീസ്, 3 ലാംഗ്വേജിൽ സർവീസ് ഉണ്ട്. വൈകിട്ട് ഇത് തുറന്ന ആളുകൾ ഉള്ളിലേക്ക് കയറി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വൈകിട്ടാകുമ്പോൾ പള്ളി തുറക്കും, രാവിലെ പള്ളി തുറക്കും. പക്ഷേ വിസിറ്റേഴ്സ് ഒരിക്കലും അലൗഡ് അല്ല, അവരിവിടെ സ്റ്റോപ്പ് ചെയ്യും. 1-2 ആൾക്കാരുണ്ടാവും, അവർ കയറരുതെന്ന് പറയും, ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡല്ല. അപ്പോൾ ഇതുണ്ടോ, എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നു, എല്ലാവരും പ്രാർത്ഥിക്കാൻ എന്നുള്ളൊരു ഇതിന് വേണ്ടി ഇവിടെ വരുന്നത് ആളുകൾ കുറവാണ്. എല്ലാവരും കാണാനും ഫോട്ടോസൊക്കെ എടുക്കാനാണ് വരുന്നത്. ബിക്കോസ് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റത്തില്ല, അപ്പോൾ പിന്നെ പ്രാർത്ഥിക്കണ കാര്യം അങ്ങനെയുള്ളതൊന്നും നമുക്ക് നടക്കില്ല. അപ്പോൾ ഇവിടെ നിന്ന് കാണുക, ഇത് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നു വെച്ചാൽ ഇത് പാൻജിം സിറ്റീനെ ഫേസ് ചെയ്താണ് നിൽക്കുന്നതെന്നാണ്. ശരിയാണ്, കണ്ടോ, ഇവിടുന്ന് ചേർച്ച് പാൻജിം സിറ്റി. ഓക്കെ, നല്ല ക്രൗഡുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചേർച്ചാണ്. അപ്പോൾ നിങ്ങൾ ഗോവയിൽ വരികയാണെങ്കിൽ ഈ ഒരു സ്പേസ് ഒരിക്കലും മിസ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ലാറ്റിൻ സ്ക്വയറിൽ പോയിട്ട് ആ ഒരു സൈഡിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഞാനിവിടെ 2 കാര്യങ്ങൾ കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു, കസിനോസും പിന്നെ അതുകൂടാതെ സ്ട്രീറ്റ് സെല്ലേഴ്സ്. ഇവിടെ നിറച്ച് മറ്റേ തുണികളും കാര്യങ്ങളും അങ്ങനെയുള്ള ഓർണമെൻറ്റ്സ്, അങ്ങനെയുള്ള കുറേ ഐറ്റംസ്, ടോയ്സ്, അങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ 2 വർഷം മുന്നേ വന്നപ്പോൾ ആ ടൈമിൽ ഞാനിവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നിറച്ച് നല്ല ലാഭത്തിന് കിട്ടുകയും ചെയ്യുമായിരുന്നു, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു, ലേഡീസിൻ്റെ ജെൻസിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരെല്ലാം ഇവിടെ നിന്ന് മാറ്റി എന്നാണ് ഞാനിവിടെ ചോദിച്ച് പറഞ്ഞത്. പിന്നെ നമുക്കിവിടെ കാണാനുള്ളതെന്ന് പറഞ്ഞാൽ കസീനോസാണ്. ഇതെല്ലാം കണ്ടോ, വെള്ളത്തിൽ കിടക്കുന്ന കസീനോസാണ്. അത് കിങ്സ് കസീനോ ആ കാണുന്നത്, ഇത് ബിഗ് ഡാഡി കസീനോ. അതിൻ്റെ പരസ്യം നമ്മളുടെ ഇതിലൊക്കെ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു. ഡെൽറ്റൻ റോയാൽ, ഇത് മെജസ്റ്റിക് പ്രൈഡ്, പിന്നെ അവിടെ മറ്റേ ഇത് കിടക്കുന്നുണ്ട്, കസീനോ പ്രൈഡ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. അവിടെ ഒരു അതിൻ്റെ ആ സൈഡിൽ ഈ ഇതില്ലേ, അതിൻ്റെ സൈഡിൽ തന്നെ ചെറിയൊരു ബോട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ആളുകളെ കയറ്റാനോ ഇറക്കാനോ അവർ യൂസ് ചെയ്യുന്ന ആ ബോട്ടാണ്. ഇവരുടെയൊക്കെ ശരിക്കും ആ എൻട്രി എന്ന് പറയുന്നത് ഈ കാണുന്നല്ല, അതിൻ്റെ അപ്പുറത്തൊരു ഏരിയ ഉണ്ട്, അവിടെ നിന്നാണ് അവർ ബോട്ടിൽ കൊണ്ടുവന്നത്. അതുണ്ടോ, ആ ബോട്ടൊക്കെ മൂവ് ചെയ്യുന്നുണ്ടോ ഇവിടെ, അത് അവർ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് പ്ലെയേഴ്സിനൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇറക്കിയിട്ട് അവർ തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് അവർ ഇതിലേക്ക് എത്തിക്കുന്നത്, താല്പര്യമുള്ളവരാണ്. പിന്നെ ഇവിടെ ഒരു ഫെറി ഉണ്ട് കേട്ടോ, ഈ കാണുന്നത് ഇവിടെ ആയിട്ട്. ഓക്കെ, ഇതത് കണ്ടോ, അവിടെ ഒരു നീല സാധനം മൂവ് ചെയ്യുന്നുണ്ടോ, ജങ്കാറാണ് അത്. അപ്പോൾ അവിടേക്ക് ബോട്ട് സർവീസ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാത്രമല്ല അപ്പുറത്തേക്കും ബോട്ട് സർവീസ് ഉണ്ട്. അപ്പോൾ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പാലം, അതാണ് മറ്റേ പുതിയ മണ്ടോവി ബ്രിഡ്ജ്. പഴയ മണ്ടോവി ബ്രിഡ്ജ് കുറച്ച് താഴെയാണ്, അതുകൊണ്ട് ഇവിടെ നോക്കിയാൽ കാണത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ.
ഇനി ആ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം ഉണ്ടല്ലോ, ഈ കസീനോ മജസ്റ്റിക് പ്രൈഡ് ഇതിൻ്റെയൊക്കെ ഒരു വലിയൊരു ബിൽഡിങ് അവരവിടെ പണിയുന്നുണ്ട്. എല്ലാത്തിൻ്റെ 2-3 ഞാൻ കണ്ടു. അപ്പോൾ അത് ആ ലാൻഡ് ഏരിയയിലായിട്ട് അവർ പണിത് പൊക്കുന്നുണ്ട്. അപ്പോൾ ഇനി അവിടെ അത് ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിംസും കാര്യങ്ങളും അവിടേക്ക് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും. അപ്പോൾ ഇതൊക്കെയാണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഏരിയയിലേക്ക് വന്നോന്ന് വരുന്നത്. അതിന് കണ്ടോ, അതിനൊരു എറോപ്ലെയിൻ്റെ ഷേപ്പാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ വിട്ടിട്ട് അടുത്ത സ്പോട്ടിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണേണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.